നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഫ്വൽ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്കിന്ന് കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരൻ തയ്യാറാക്കിയാലോ. വൻപയർ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് വൻപയർ വെച്ചിട്ട് കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോയോളം വരുന്ന വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വെറുതെ ഇച്ചിരി ഉപ്പും ഇട്ട് നന്നായിട്ട് വെള്ളം വെച്ച് കുക്കറിൽ ഒന്ന് മുതൽ ഒരു 3 വരെ സ്റ്റീം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വൻപയർ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട, ഈ ഒരു പാകത്തിന് പുഴുങ്ങി വയ്ക്കാം. നമുക്ക് എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ലേശം കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച വൻപയർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. വൻപയർ എണ്ണയിൽ ഒന്ന് വഴന്ന് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ വൻപയർ പുഴുങ്ങിയ സമയത്ത് ലേശം ഉപ്പ് ഞാൻ ചേർത്തിരുന്നു. ഉപ്പ് പാകം അല്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ പയർ അവിടെ ഇരുന്ന് ഒന്ന് പാകമായി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു തേങ്ങയുടെ ഹാഫ് പോർഷന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു 5 ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യാം. ലേശം ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തോരത്തിന്റെ പാകത്തിന് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ മസാലയെല്ലാം ഇവിടെ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് പയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് പാകത്തിന് റെഡിയായി ഇരിപ്പുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. പയറെല്ലാം ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് നമുക്കിത് ഇനി ഒന്ന് 2 മിനിറ്റ് അതൊന്ന് മസാല റെഡിയായി വരുന്നത് വരെ നമ്മളിങ്ങനെ ഒന്ന് അമർത്തി വെച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ ആ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പം നമുക്കിതിനി ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. വളരെ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഞ്ഞിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റും. ടിഫിൻ രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കുക. വൻപയർ വേഗത്തിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ വൻപയർ കുറച്ച് നേരം വെള്ളത്തിലിട്ടിരുന്നാൽ നമ്മളിപ്പോൾ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് ചെറുപയറാണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് നന്നായിട്ട് കമൻസൊക്കെ അറിയിക്കുക. എങ്ങനെയുണ്ടായിരുന്നു, ടേസ്റ്റി ആണോ, ഇഷ്ടമായോ എന്നെല്ലാം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.